വളരെ ശ്രദ്ധിച്ച് പഠിക്കാനും തുടങ്ങി. രാവിലെ ഏകദേശം ഒരു 4 മണിക്ക് എണീറ്റ് പഠിക്കും. പിന്നെ കല്യാണം അതുപോലുള്ള കാര്യത്തിനൊന്നും പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അവനിവിടെ നിന്ന് പഠിക്കലാണ്. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ എൻട്രിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സാം എഴുതുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എക്സാം എഴുതി അപ്പോൾ അവർ റാങ്ക് ലിസ്റ്റൊക്കെ ലൈവായിട്ട് തന്നെ അതിൽ പബ്ലിഷ് ചെയ്യും. വിചാരിച്ച പോലെ തന്നെ കിട്ടി. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്ത് കൊടുത്ത് അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അവന് ഇതേപോലെയുള്ള കുറച്ച് നോട്ട്സും ബുക്സും ഒക്കെ അച്ഛൻ സംഘടിപ്പിച്ചു. പിന്നെ അച്ഛൻ്റെ വിഷയം ഉണ്ടെന്ന് കുറച്ച് പഠിക്കാൻ അവൻ്റെ ടെക്നിക്കൽ എക്സാമിനെ പറ്റി യാതൊരു വിവരവുമില്ല. സാധാരണ ജനറൽ PSC ആയിട്ട് അറിയാം, പക്ഷേ ടെക്നിക്കൽ എക്സാമിനല്ല. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ഇങ്ങനെ ടെക്നിക്കൽ എക്സാം ഉണ്ടെന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെയാണ് ഞാൻ ടെക്നിക്കൽ പഠിക്കാം. ജനറൽ പഠിക്കേണ്ട ആവശ്യമില്ല. ജനറൽ ആകുമ്പോൾ കൂടുതലും ഹായ്, ഞാൻ അനന്തു കാർത്തിക്. എൻ്റെ വീട് ഇവിടെ വയനാട് സുൽത്താൻ ബത്തേരിക്ക് അടുത്താണ്. കഴിഞ്ഞ AMVI എക്സാമിന് എനിക്ക് 11ാം റാങ്കും അതുപോലെ തന്നെ MVI എക്സാമിന് 1ാം റാങ്കും നേടാൻ സാധിച്ചു. മാത്രമല്ല മറ്റ് പല ടെക്നിക്കൽ എക്സാമുകളിലും റാങ്ക് ലിസ്റ്റിലും അതേപോലെ തന്നെ ഷോർട്ട് ലിസ്റ്റുകളിലും ഉൾപ്പെടാൻ സാധിച്ചു. ഞാൻ 2020-2021 BTech മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പാസ് ഔട്ട് ആവുന്നത്. അപ്പോൾ എനിക്ക് ഈ ടെക്നിക്കൽ എക്സാമിനെ പറ്റി യാതൊരു വിവരവും ഇല്ല. സാധാരണ ജനറൽ PSC ആയിട്ട് അറിയാം, പക്ഷേ ടെക്നിക്കൽ എക്സാമിന് അറിയില്ല. അപ്പോൾ എൻ്റെ ചേച്ചിയാണ് ഇങ്ങനെ ടെക്നിക്കൽ എക്സാം ഉണ്ടെന്ന് എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അങ്ങനെയാണ് ഞാൻ ടെക്നിക്കൽ പഠിക്കാം. ജനറൽ പഠിക്കേണ്ട ആവശ്യമില്ല. ജനറൽ ആകുമ്പോൾ കൂടുതലും ജനറൽ നോളജ് അങ്ങനെ അറിയാത്ത കാര്യങ്ങൾ, ഇതാകുമ്പോൾ കുറച്ച് അറിയുന്ന കാര്യങ്ങളാണ് പഠിക്കാൻ പറ്റുന്നത്. പിന്നെ ടെക്നിക്കലിന് പഠിച്ചതുമായിട്ടുള്ള ഒരു ജോലിയാണ് താല്പര്യം. പിന്നെ അതുപോലെ മാത്രമല്ല ഒരു ഗവൺമെൻറ് ജോലി കിട്ടണമെന്നൊരു ആഗ്രഹമായിരുന്നു മൊത്തത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം അങ്ങനെയാണ് ഈ ടെക്നിക്കൽ ജോബ് പഠിക്കാന്നുള്ള ഇതിലേക്ക് മാറുന്നത്. ഞാൻ ഈ ടെക്നിക്കൽ എക്സാമുകളെ പറ്റി അറിയുന്ന ആ സമയത്താണ് AMVI എക്സാമിനെ പറ്റി അറിയുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നൊരു സംഭവം എടുത്ത് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വർക്ക്ഷോപ്പ് എക്സ്പീരിയൻസ് വേണ്ടാന്ന സ്ഥിതിക്ക് ഇത് പഠിക്കാമെന്ന് വിചാരിച്ചു. പഠിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം സിലബസിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുത്തിട്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്യുക. ആദ്യം സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പരമാവധി നമ്മളെ കൊണ്ടാവുന്നതിൽ മാക്സിമം MCQ സോൾവ് ചെയ്യണം. സിലബസ് കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് മാത്രമായില്ല, MCQ സോൾവ് ചെയ്യണം. അതുപോലെ തന്നെ ഇതിന് ഏറ്റവും വേണ്ടത് റിവിഷനാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ പഠിച്ചു എന്നല്ല, പഠിക്കാൻ പറ്റുമ്പോഴൊക്കെ അത്യാവശ്യം പഠിക്കുക. ഇനിയിപ്പോൾ ഒരു ദിവസം പഠിക്കാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് അടുത്ത ദിവസം തളരാതെ പിന്നെ അടുത്ത ദിവസം എന്തായാലും ഇപ്പോൾ എല്ലാ ദിവസവും കണ്ടിന്യൂസ് പഠിത്തം നടക്കണമെന്നില്ല. അപ്പോൾ ഒരു ദിവസം പഠിച്ച് അടുത്ത ദിവസം എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം അത് ആദ്യം മുതലേ പഠിച്ചു തുടങ്ങുക. അപ്പം അങ്ങനെ എന്നും പഠിക്കുക. റിവിഷൻ അതേപോലെ തന്നെ MCQ വർക്കൗട്ട് മാത്രമല്ല സിലബസ് കംപ്ലീഷൻ, ഇത് മൂന്നും ഒരു കറക്റ്റായിട്ട് ചെയ്താൽ നമുക്ക് ഏകദേശം ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ശരിക്കും എൻട്രിയിൽ ഞാൻ എത്താൻ വൈകിപ്പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവസാനം ഒരു 60 ദിവസത്തെ ഒരു ഗോൾഡൻ ബാച്ച് എന്ന് പറഞ്ഞിട്ടായിരുന്നു ഞാൻ എൻട്രിയിൽ കയറുന്നത്. അപ്പോൾ അവരൊരു യൂട്യൂബ് കണ്ടക്ട് ചെയ്തിരുന്നു. ആർക്ക് വേണമെങ്കിലും എക്സാം എഴുതാന്നുള്ള ഒരു ഇത്, ആർക്ക് വേണമെങ്കിലും നമ്മുടെ AMVI പ്രാക്ടീസ് ക്വസ്റ്റ്യൻ പോലത്തെ ഒരു സംഭവം. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ എൻട്രിയിൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് എക്സാം എഴുതുന്നത്. അപ്പോൾ എനിക്ക് തോന്നി ഇതിൽ എക്സാം എഴുതി അപ്പോൾ അവർ റാങ്ക് ലിസ്റ്റൊക്കെ ലൈവായിട്ട് തന്നെ അതിൽ പബ്ലിഷ് ചെയ്യും. അപ്പോൾ എൻ്റെ ലെവൽ കുറച്ച് കുറവാണെന്ന് തോന്നി. അങ്ങനെ ഞാൻ എന്തായാലും എൻട്രി എടുക്കാമെന്ന് വീട്ടിൽ പറഞ്ഞപ്പോൾ വീട്ടിലും പറഞ്ഞു. അപ്പോൾ കേട്ടപാട് തന്നെ പറഞ്ഞു എൻട്രി എടുത്തോ. അങ്ങനെയാണ് ഞാൻ എൻട്രിയിലേക്ക് എടുക്കുന്നത്. എൻട്രി എടുത്തുകൊണ്ട് എനിക്കുണ്ടായ ഉപകാരം എന്താണെന്ന് വെച്ചാൽ പരീക്ഷ എങ്ങനെ എഴുതണം എന്നുള്ളൊരു അറിവ് കിട്ടിയത് അതിലാണ്. കറക്റ്റ് സമയത്തിൽ പരീക്ഷ എഴുതാൻ പറ്റി. മാത്രമല്ല ധാരാളം, ഞാൻ ഒരു 10,000 ക്വസ്റ്റ്യൻ ചെയ്താൽ പോലും തീരൂല. അതിൻ്റെ 4 ഇരട്ടി ക്വസ്റ്റ്യൻസാണ് എൻട്രി ചെയ്ത് തരുന്നത്. അപ്പോൾ അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ പറ്റി. പിന്നെ പരീക്ഷേനെ പറ്റിയുള്ളൊരു ഇത് എത്ര സമയത്തിൽ എത്ര ക്വസ്റ്റ്യൻ ചെയ്യുക അങ്ങനെയുള്ളൊരു ധാരണ എൻട്രിയിൽ നിന്നാണ് എനിക്ക് കറക്റ്റ് ലഭിക്കുന്നത്. ശരിക്കും ഞാനൊരു ടെക്നിക്കൽ ഫീൽഡ് പഠിച്ചുകൊണ്ട് ഇപ്പോൾ ടെക്നിക്കൽ ഫീൽഡ് പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി ടെക്നിക്കലാണ് പഠിച്ചത്. അപ്പോൾ ടെക്നിക്കൽ പഠിച്ചിട്ട് വേറെ ജനറൽ PSCയിലേക്ക് പോവാതെ ടെക്നിക്കൽ തന്നെ പഠിക്കാനും എളുപ്പമായിരിക്കും. കാരണം ഒന്നാമത് നമുക്ക് കുറേയൊക്കെ അറിയുന്നതായിരിക്കും. പിന്നെ പേ സ്കെയിലും മറ്റുള്ളതൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി നല്ല ജോലികൾ ടെക്നിക്കൽ എക്സാംസിന് പൊതുവേ ഉണ്ട്. അപ്പോൾ എല്ലാവരും ജനറൽ PSC മാത്രം നോക്കുന്നതിന് പകരം ടെക്നിക്കൽ പഠിച്ച ഉദ്യോഗാർത്ഥികൾ ടെക്നിക്കൽ PSC പഠിക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത്. പഠിക്കാനും എളുപ്പമുണ്ടാവും. അങ്ങനെ കാര്യങ്ങൾ അതാണ് നല്ലതെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ പലരും പ്രൈവറ്റ് ജോലികളൊക്കെയാണ് ആശ്രയിക്കുന്നത്. ഞാനിപ്പോൾ ഗവൺമെൻറ് ജോലിക്ക് പോയത് എന്താണെന്ന് വെച്ചാൽ ജോബ് സെക്യൂരിറ്റി, അതേപോലെ തന്നെ കയറുമ്പോൾ തന്നെ അത്യാവശ്യം പൈസയും സാലറിയും വലിയ കുഴപ്പമുണ്ടാവില്ല. പിന്നെ ഭയങ്കരമായിട്ട് പണിയെടുക്കാനുള്ള പ്രയാസം തന്നെയാണ് ഒന്നാമത് പ്രൈവറ്റ് ജോലികൾക്ക് ആശ്രയിക്കാതെ. അപ്പോൾ സർക്കാർ ജോലി കിട്ടൽ ശരിക്കും ബുദ്ധിമുട്ടുള്ള ഇതൊന്നുമല്ല. നമ്മൾ കുറച്ച് സിലബസ് കംപ്ലീറ്റ് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് എന്നൊന്നും പറഞ്ഞില്ലെങ്കിൽ ഒരു അത്യാവശ്യം കൺസിസ്റ്റൻസിയിൽ പഠിച്ച് വർക്കൗട്ട് ചെയ്ത് റിവിഷനൊക്കെ നടത്തി എന്തായാലും കിട്ടാവുന്നേ. അത് കിട്ടും. എനിക്കൊരിക്കലും കിട്ടൂല എന്ന് വിചാരിച്ച ആരും സർക്കാർ ജോലിനെ അവോയ്ഡ് ചെയ്തെന്നാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ എല്ലാവർക്കും ടെക്നിക്കൽ പുതുതായി കടന്നു വരുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ. ഞാൻ ഈ MBAൻ്റെ സിലബസ് കണ്ടപ്പോൾ 40% മെക്കാനിക്കലും അതേപോലെ തന്നെ 40% ഓട്ടോമൊബൈലും ആയിരുന്നു. അപ്പോൾ ഓട്ടോമൊബൈൽ ഇപ്പോൾ മെക്കാനിക്കൽ പഠിച്ച ഒരാൾക്ക് ഓട്ടോമൊബൈൽ അധികം അറിയില്ലായിരുന്നു. അപ്പോൾ അച്ഛനാണ് ഓട്ടോമൊബൈലൊക്കെ, അച്ഛൻ ITI ഇൻസ്ട്രക്ടർ ആയിരുന്നു MMB. അപ്പോൾ അച്ഛനായിരുന്നു ആദ്യം ഓട്ടോമൊബൈൽ ക്ലാസ്സുകളൊക്കെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നത്. ബാക്കിയൊക്കെ ആദ്യം ഒറ്റയ്ക്കാണ് പഠിച്ചത്. പിന്നെ അവസാനമായപ്പോൾ വൈകിയാണ് എൻട്രിയിലേക്ക് വന്നത്. എൻട്രിയിലും കൂടുതൽ കുറേ ഉപയോഗം കിട്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ MCQ അതേപോലെ തന്നെ പരീക്ഷ എങ്ങനെ എഴുതാൻ സമയം അതൊക്കെ കറക്റ്റ് കാണാൻ പറ്റി. ഞാൻ അനന്തുവിൻ്റെ അച്ഛൻ. എൻ്റെ പേര് കാർത്തികേയൻ. പിന്നെ ഞാൻ കോഴിക്കോട് ITIയിലായിരുന്നു ജോലി. അവിടെ നിന്ന് റിട്ടയറായി. അപ്പോൾ മോന് 2021 ആണ് കോഴ്സ് കഴിഞ്ഞത്. അപ്പോഴാണ് അവൻ പിന്നെ MBAക്ക് PSC പരീക്ഷ എഴുതുന്നതിനെ പറ്റി പറഞ്ഞു. അപ്പോൾ അതിനൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ലൈസൻസ് വേണം, ഹെവി ലൈസൻസ് വേണം. അപ്പോൾ അതിന് ഹെവി ലൈസൻസ് വേണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവനും അറിയുന്നത് ഹെവി വേണമെന്ന്. അങ്ങനെ ഹെവി ലൈസൻസ് എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു. ഭാഗ്യം കൊണ്ട് ആ പരീക്ഷ പാസ്സായി. അവന് ലൈസൻസ് കിട്ടുകയും ചെയ്തു. 2022 മെയ് മാസത്തിലാണെന്ന് തോന്നുന്നു പരീക്ഷ അല്ലേ. നോട്ടിഫിക്കേഷൻ വന്നു, പെട്ടെന്ന് അപേക്ഷ കൊടുത്തു. അങ്ങനെയാണ് ഈ PSCയുടെ ഈ ഇതുമായിട്ട് മുന്നോട്ട് പോയത്. പിന്നെ പഠിക്കുക എന്ന് പറയുമ്പോൾ കോഴ്സ് കഴിഞ്ഞ് വന്നതിന് ശേഷം, ഇത് പറഞ്ഞതിന് ശേഷം ഈ അവൻ മെക്കാനിക്കലാണ് പഠിച്ചത്. പക്ഷേ ഇപ്പോഴത്തെ പരീക്ഷയിൽ പകുതി മെക്കാനിക്കലും പകുതി ഓട്ടോമൊബൈലുമാണ് വിഷയം. അതിൽ മോട്ടോർ വെഹിക്കിൾ ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ കുറേ ബുക്കുകൾ ഞാൻ തന്നെ കളക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ എൻ്റെ സുഹൃത്തുക്കളും അധ്യാപകരൊക്കെ ഉണ്ട്, എൻ്റെ പഴയ സുഹൃത്തുക്കളൊക്കെ, അവരെ നിന്ന് കുറേ ബുക്കുകളൊക്കെ വാങ്ങി കൊടുത്തു. അതുപോലെ ക്വസ്റ്റ്യൻ ബാങ്ക് അതുപോലെയുള്ള കളക്ഷൻസൊക്കെ നടത്തി. അങ്ങനെ അവന് അങ്ങോട്ട് ഒരു ചിട്ടയായിട്ടുള്ള പഠനം നടത്തി അതിൻ്റെ വെളിച്ചത്തിൽ. പിന്നെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ആപ്പിനെ പറ്റി അറിയുന്നത്, എൻട്രി ആപ്പ്. അപ്പോൾ മോൻ എന്നോട് പറഞ്ഞു എൻട്രി ആപ്പിൽ എടുക്കണം. അങ്ങനെ അതിൽ പിന്നെ അവൻ തന്നെയാണ് വിളിച്ച് പറഞ്ഞ് കാര്യങ്ങളൊക്കെ ചെയ്ത് എൻട്രി ആപ്പിൽ ജോയിൻ്റായി. ഏകദേശം 60 ദിവസം ലാസ്റ്റാണ് ഇത് അറിഞ്ഞത്. അപ്പോൾ ആ എൻട്രി ആപ്പിൻ്റെ സഹായം ഒരുപാട് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് എന്തായാലും. അതുപോലെ അവൻ്റെ സ്വന്തമായിട്ടുള്ള പഠിക്കണം എന്നുള്ളൊരു തീരുമാനം വളരെ ശ്രദ്ധിച്ച് പഠിക്കാനും തുടങ്ങി. രാവിലെ ഏകദേശം ഒരു 4 മണിക്ക് എണീറ്റ് പഠിക്കും. പിന്നെ കല്യാണം അതുപോലുള്ള കാര്യത്തിനൊന്നും പിന്നെ ഞങ്ങൾ പോകുമ്പോൾ അവന് ഇവിടെ നിന്ന് പഠിക്കലാണ്. അതാണ് ഇപ്പോൾ എനിക്ക് കാര്യമായിട്ട് ഇതിനെപ്പറ്റി പറയാനുള്ളത്. എന്തായാലും അവൻ MBAൻ്റെ ലിസ്റ്റിലുമുണ്ട്, AMBAയുടെ ലിസ്റ്റിലുമുണ്ട്. പിന്നെ ഒരു 4 കൂടിയുണ്ട്. 2 ഓൾറെഡി റാങ്ക് ലിസ്റ്റ് വന്നതാണ്. അതുകൂടാതെ ഇനി 2 റാങ്ക് ലിസ്റ്റ് വരാനുമുണ്ട്. ഇതിൽ പറയുകയാണെങ്കിൽ അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ്. അവനൊരു തീരുമാനം ഉണ്ടായിരുന്നു, എന്തായാലും അത് എക്സാം അവനത് തുടക്കത്തിൽ അതിൻ്റെ ഇത് കണ്ടപ്പം അതിൽ എന്തായാലും അതിൽ കിട്ടണം, 1ാം റാങ്ക് തന്നെ കിട്ടണം എന്ന ആഗ്രഹത്തിലാണ് മറ്റേ MBAൻ്റെ പഠിച്ചത്. പിന്നെ MBAൻ്റെയും അതിൻ്റെ പണത്തിൻ്റെ കൂടെ തന്നെ അത് പഠിച്ച് അത് എഴുതി എന്തായാലും നല്ലൊരു വിചാരിച്ച പോലെ തന്നെ കിട്ടി. പിന്നെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സപ്പോർട്ടുകൾ ചെയ്ത് കൊടുത്ത് അവൻ്റെ ഹാർഡ് വർക്ക് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. പിന്നെ അവന് ഇതേപോലെയുള്ള കുറച്ച് നോട്ട്സും ബുക്സും ഒക്കെ അച്ഛൻ സംഘടിപ്പിച്ചു. പിന്നെ അച്ഛൻ്റെ വിഷയമുണ്ട് ഇതിന് കുറച്ച് പഠിക്കാൻ, അതിൻ്റെ അച്ഛൻ. പിന്നെ മോളുടെ ഉണ്ടായിരുന്നു കുറച്ച് ഇലക്ട്രിക്കൽ, അവളും സഹായിച്ച് തരത്തിലും. പിന്നെ എൻട്രി ആപ്പ് ലാസ്റ്റ് ഇതിൻ്റെ എന്നപ്പോൾ അതും കൂടെ എല്ലാം കൂടെ ഒത്തു വന്നപ്പോൾ അവൻ എന്തായാലും അതിൻ്റെ ഗുണം ശരിക്കും കിട്ടി. അത് ഉപയോഗിക്കാനും അവൻ എന്ന് വെച്ചാൽ പഠനം എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും അങ്ങോട്ട് പഠിച്ചു തീർക്കുക എന്നുള്ളതല്ല, ശരിക്കും അതിൻ്റെ മെത്തേഡ് അനുസരിച്ചിട്ടാണ് ഓർഡർ അത് കിട്ടണമെന്നുള്ള ഓർഡർ നോക്കിയാണ് അതിൻ്റെ ചെയ്യേണ്ട സമയത്ത് കറക്റ്റ് ഇന്ന സമയത്ത് ഇന്ന് തീർക്കണം, കറക്റ്റ് സമയത്ത് അത് ചെയ്ത് തീർക്കണം. അത് ഓർഡർ അനുസരിച്ചിട്ട് അതിന് വീഴ്ച വരുത്താതെയാണ് ലാസ്റ്റ് വരെ അവൻ പഠിച്ച് കറക്റ്റ് ചെയ്ത് ഇവിടം വരെ എത്തിയത്. അതിന് വല്ലാത്ത സന്തോഷമുണ്ട്, വളരെ സന്തോഷമുണ്ട് ഞങ്ങൾക്ക് അതിന് ഇവിടം വരെ അവൻ എത്തിയതിൽ. അപ്പോൾ കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ കുറച്ച് കാലം കഷ്ടപ്പെട്ടാൽ നമുക്ക് ജീവിതകാലം മൊത്തം സുഖമായിരിക്കാനുള്ള ഒരു ജോബ് സെക്യൂരിറ്റിയും ഇതിൽ നമുക്ക് കിട്ടും. അതിനുവേണ്ടി എന്നെ സഹായിച്ച എൻട്രിക്കും എല്ലാവർക്കും നന്ദി.